പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. JD's കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2020 ഡിസംബർ 17 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ്. കറണ്ട് അഫേഴ്സ് ഏതൊരു എക്സാമിനും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് നൽകിക്കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. വിച്ച് പാർട്ടി ഗെയിൻഡ് ദി മാക്സിമം സീറ്റ്സ് ഇൻ ദി കേരള ലോക്കൽ ബോഡി ഇലക്ഷൻസ് ഹെൽഡ് ഇൻ ഡിസംബർ 2020? 2020 ഡിസംബറിൽ നടന്ന കേരള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടി ഏതാണ്? CPIM ലെഡ് ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് LDF. കോർപ്പറേഷനിൽ LDF 3, UDF 1. മുനിസിപ്പാലിറ്റിയിൽ 31 സീറ്റ് LDF, 41 സീറ്റ് UDF. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 10 സീറ്റ് LDF, 2 സീറ്റ് UDF. ബ്ലോക്ക് പഞ്ചായത്ത് 108 സീറ്റ് LDF, 44 സീറ്റ് UDF. ഗ്രാമപഞ്ചായത്ത് 514 സീറ്റ് LDF, 375 UDF. NDA 23, അതേഴ്സ് 29. Which party had won a seat in their first ever election in Goa Zilla Parishad by winning a margin of 434 votes in the Benolim constituency? ഗോവ ജില്ലാ പരിഷത്ത് തിരഞ്ഞെടുപ്പിൽ ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ ബെനോലിം നിയോജക മണ്ഡലത്തിൽ 434 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച പാർട്ടി ഏതാണ്? ആം ആദ്മി പാർട്ടി. 26 വയസ്സുള്ള ഹാൻസൽ ഫെർണാണ്ടസ് ആണ് ബെനോലിൻ നിയോജക മണ്ഡലത്തിൽ നിന്ന് 434 വോട്ടിന് ഭൂരിപക്ഷത്തിൽ വിജയിച്ചത്. ഡൽഹി, പഞ്ചാബിന് ശേഷം ഗോവയിൽ ആണ് ആം ആദ്മി പാർട്ടിക്ക് ആദ്യത്തെ വിജയമാണ് ജില്ലാ പരിഷത്തിലെ ബെനോലിൻ നിയോജക മണ്ഡലത്തിലെ ഈ വിജയം. BJPക്ക് 49 സീറ്റിൽ 33 സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് 4, MGPക്ക് 3, NCP 1 സീറ്റ്, സ്വതന്ത്രർ 7 സീറ്റ്. Which company has signed an agreement with the Tamil Nadu government to set up its first electric scooter factory worth rupees 2,400 crore in the state? 2,400 കോടി രൂപയുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ ഫാക്ടറി സ്ഥാപിക്കാൻ ഏത് കമ്പനിയാണ് തമിഴ്നാട് സർക്കാരുമായി കരാർ ഒപ്പിട്ടത്? ഒല ക്യാബ്സ്. ബാംഗ്ലൂർ ബേസ് ആയിട്ടുള്ള ഒല ക്യാബ്സ് ആണ് തമിഴ്നാട് സർക്കാരുമായിട്ടുള്ള ഫസ്റ്റ് ഇലക്ട്രിക് സ്കൂട്ടർ ഫാക്ടറി 2,400 കോടി രൂപ മുടക്കി തമിഴ്നാട്ടിൽ ആരംഭിക്കാൻ പോകുന്നത്. ഒല ചെയർമാൻ ഗ്രൂപ്പിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഭവിഷ് അഗർവാൾ. വിച്ച് കമ്പനി ഹാസ് റിസീവ്ഡ് ദ പ്രസ്റ്റീജിയസ് ഗോൾഡൻ പീകോക്ക് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അവാർഡ് ഫോർ ദ ഇയർ 2020? 2020 ഗോൾഡൻ പീകോക്ക് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അവാർഡ് ലഭിച്ച കമ്പനി ഏതാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് സെയിൽ. സെയിലിനാണ് രണ്ടാമത്തെ വർഷവും ഗോൾഡൻ പീകോക്ക് എൻവയോൺമെൻറ്റ് മാനേജ്മെൻറ്റ് അവാർഡ് ലഭിക്കുന്നത്. ഈ അവാർഡ് 1991 ആരംഭിച്ചു. വിച്ച് സ്റ്റേറ്റ് ഹാസ് ബ്രോട്ട് ഇൻ ടു ഫോഴ്സ് എ ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ആക്ട്? ഭൂമി പിടിച്ചെടുക്കാൻ നിരോധന നിയമം നടപ്പിലാക്കിയ സംസ്ഥാനം? ഗുജറാത്ത്. 2020 ഡിസംബർ 16 ലാൻഡ് ഗ്രാബിംഗ് പ്രൊഹിബിഷൻ ആക്ട് ഗുജറാത്ത് ഗവൺമെൻറ് പാസ്സാക്കിയത്. സർക്കാരിൻ്റെയോ പൊതു കർഷകരുടെയോ പൊതു ട്രസ്റ്റുകളുടെയോ മതസംഘടനകളുടെയോ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിട്ടുള്ള ലാൻഡ് മാഫിയകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഈ നിയമം നടപ്പിലാക്കും. India has decided to collaborate with which nation through a new virtual hub to distribute vaccine? വാക്സിനുകൾ വിതരണം ചെയ്യുന്നതിനായി ഏത് രാജ്യവുമായി സഹകരിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു? UK. Which city has been selected as the second venue for the FIH Men's Hockey World Cup 2023? ഫെഡറേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഹോക്കി പുരുഷന്മാരുടെ ഹോക്കി ലോകകപ്പ് 2023 രണ്ടാമത്തെ വേദിയായി തിരഞ്ഞെടുത്ത നഗരം?
റൂർക്കല, ഭുവനേശ്വറാണ് ഫസ്റ്റ് വെന്യൂ. കൂടാതെ തന്നെ റൂർക്കലയും കൂടി രണ്ടാമത്തെ വെന്യൂ മെൻസ് ഹോക്കി വേൾഡ് കപ്പ് 2023 വേണ്ടി തിരഞ്ഞെടുത്തു. 2018 ഇന്ത്യയാണ് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് ആദ്യത്തെയും വഹിച്ചത്. വിച്ച് കൺട്രി ഹാസ് ബീൻ അവാർഡഡ് ടു ഹോസ്റ്റ് ഏഷ്യൻ ഗെയിംസ് 2030 ഓൺ 16 December 2020? 2020 December 16 ഏത് രാജ്യത്തിനാണ് ഏഷ്യൻ ഗെയിംസ് 2030 ആദ്യത്തെയും വഹിക്കാനുള്ള അനുമതി ലഭിച്ചത്? ദോഹ. 2030 ഏഷ്യൻ ഗെയിംസ് ആദ്യത്തെയും വഹിക്കാനുള്ള അനുമതി ദോഹയ്ക്ക് ലഭിച്ചു. 2034 റിയാദിന്. 2018 ഏഷ്യൻ ഗെയിംസ് നടത്തിയത് ഇന്തോനേഷ്യയായിരുന്നു. വരാൻ പോകുന്ന 2022 ഏഷ്യൻ ഗെയിംസ് ചൈനയും 2026 ജപ്പാനുമായിരിക്കും. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്തു. നമ്മൾ ഓരോ പ്രാവശ്യം ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളിൽ നല്ല മാറ്റം വരും. നമുക്ക് ഏതൊരു എക്സാമും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.